السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധമായ റമളാനിന്റെ പകലുകളിൽ നോമ്പനുഷ്ഠിക്കുവാൻ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അല്ലാഹുവിന്റെ കൽപ്പന ഉൾക്കൊള്ളുന്ന ഏതൊരു വിശ്വാസിയും നോമ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏതെല്ലാം കാര്യങ്ങൾ വർജിക്കണമെന്നും നിലനിർത്തണമെന്നുമെല്ലാം അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും നോമ്പിൽ നിലനിർത്തുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രാവിലെ മുതൽ വൈകുന്നതുവരെ ഭക്ഷണപാനീയങ്ങളെല്ലാം വെടിഞ്ഞ് വികാരവിചാരങ്ങളെയെല്ലാം നിയന്ത്രിച്ച് അവയെല്ലാം ക്ഷമയോടെ പിടിച്ചു നിർത്താൻ കഴിവുള്ള തനിക്ക് സൂര്യാസ്തമയത്തിന്റെ സമയമായാൽ ഇനി ഒരൽപ്പം കൂടി സമയം എന്നെക്കൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അസ്തമിക്കുവാൻ സമയമായാലും അസ്തമിച്ചില്ലെങ്കിലോ എന്ന ചിന്തയിൽ 2-3 മിനിറ്റ് പിന്നെയും താമസിപ്പിച്ച് നോമ്പ് തുറക്കുന്ന ആളുകളെയും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. നാം മനസ്സിലാക്കേണ്ടുന്നത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. വശംസു തജ്രി ലിമുസ്തഖദിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യന്റെയും ചന്ദ്രന്റെയുമെല്ലാം ചലനങ്ങളെക്കുറിച്ച്, അവയുടെ മഹാദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പ്രപഞ്ചരക്ഷിതാവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ സൂര്യന്റെ ചലനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് അല്ലാഹു കണക്കാക്കിയത് പ്രകാരമാണ് അവയുടെ സഞ്ചാരമെന്നാണ്. നമ്മൾക്കറിയാം, ഇന്ന സമയത്താണ് സൂര്യൻ ഉദിക്കേണ്ടുന്നത് എന്നത് അല്ലാഹു തീരുമാനിച്ച കാര്യമാണ്. അതിൽ നിന്ന് കുറച്ചുകൂടി വൈകി സൂര്യൻ ഉദിക്കുക ഒരിക്കലും സാധ്യമല്ല. ഇന്ന സമയമാണ് സൂര്യൻ അസ്തമിക്കേണ്ടുന്നത് എന്നുള്ളത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് പിന്നീട് അല്പം പോലും വ്യത്യാസം സംഭവിക്കുക സാധ്യമായ കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്തിന് സമയമായാൽ സൂക്ഷ്മതയ്ക്ക് എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് തെറ്റായ കാര്യമാണ്. സമയമായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കണമെന്നതാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അൻ സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ലുൽ ഫിത്ര. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് സമയമായാൽ നോമ്പ് മുറിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണമെന്നാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് തന്നെ പറയുന്നുണ്ട്, സമയമായാൽ നോമ്പ് മുറിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കുന്ന കാലമത്രയും ജനങ്ങൾ നന്മയിലായിരിക്കുമെന്നാണ്. അപ്പോൾ അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഖൈറ് നമ്മൾക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? നോമ്പ് തുറയുടെ കാര്യത്തിൽ നാം കണിശത പാലിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഈത്തപ്പഴമോ വെള്ളമോ കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് തുറന്നാൽ ഈ നിലയിലായിരുന്നു നോമ്പ് തുറന്നിരുന്നത്. അത് മാത്രവുമല്ല, പ്രവാചകൻ നോമ്പ് തുറക്കുമ്പോൾ ഇപ്രകാരം പറയും, ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖ് വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദാഹം തീർന്നു, ഞരമ്പുകൾ നനഞ്ഞു, അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലം ഉറയ്ക്കുകയും ചെയ്തു. നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് നോമ്പുകാരൻ അനുഭവിക്കുന്ന ഭാഗ്യവും നിർവൃതിയും ആനന്ദവുമൊക്കെ വളരെ വലിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്ന ഒരു ഹദീസിൽ നോമ്പുകാരന്റെ പ്രതിഫലം തന്നെ എത്രയോ മഹത്വപൂർണമായതാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. കുല്ലു അമലി ഇബ്നു ആദമ യുളാഅഫുൽ ഹസന ബിഅശ്രി അംസാലിഹാ ഇലാ 700 ളിഅഫ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ അല്ലാഹു തആല പ്രതിഫലം നൽകിയേക്കാം. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഖാല അല്ലാഹു തആല ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വ അന അജ്സി ബിഹി, അതെനിക്കുള്ളതാണ്,
അതിന്റെ പ്രതിഫലം ഞാൻ നിർണയിക്കുകയും ചെയ്യും. നമുക്ക് നോമ്പാണോ അല്ലയോ എന്ന് നമുക്കും നമ്മളുടെ രക്ഷിതാവിനുമല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല. മറ്റേതൊരു ആരാധനയും മറ്റൊരാൾ അറിയാതെ കാണാതെ നിർവഹിക്കുക പലപ്പോഴും നമ്മൾക്ക് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ നോമ്പിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നോമ്പില്ലാത്ത ആൾക്കും നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയും. നോമ്പുള്ള ആളാകട്ടെ ഇവന് നോമ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യം നമ്മൾക്കാർക്കും തിരിച്ചറിയാൻ കഴിയുകയുമില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലം എത്രയാണ് എന്ന് നിർണയിച്ചിട്ടില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, യദഉ ശഹവതഹു വതആമഹു മിൻ അജ്ലി, അവൻ എനിക്ക് വേണ്ടിയാണ് അവന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം നിയന്ത്രിച്ചത്. അതുപോലെ തന്നെ അവൻ എനിക്ക് വേണ്ടിയാണ് അവന്റെ ഭക്ഷണപാനീയങ്ങളെല്ലാം ഒഴിവാക്കിയത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അവന് നൽകപ്പെടുന്നതായ ആ പ്രതിഫലങ്ങൾ ഏറ്റവും ഉന്നതമായതായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേ സഹോദരങ്ങളെ, കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമളാനിന്റെ ഓരോ രാവുകളിലും പകലുകളിലും തന്റെ അടിമകൾക്ക് നൽകുകയും തന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവരെ സ്വർഗമെന്ന ഉന്നതമായ അനുഗ്രഹത്തിലേക്ക് അല്ലാഹു തആല മാർഗദർശനം ചെയ്യുകയും ചെയ്യുമ്പോൾ വളരെ ഉന്നതമായ പ്രതിഫലങ്ങൾ കൊണ്ട് അല്ലാഹു തന്റെ അടിമകളെ എല്ലാ നിലയിലും തന്റെ അടിമകളുടെ മേൽ പ്രപഞ്ചനാഥൻ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും നോമ്പുകാരന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലങ്ങൾ അതിന്റെ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ തീർച്ചയായും പരിശുദ്ധമായ ഈ റമളാനിന്റെ രാവുകളെയും പകലുകളെയുമെല്ലാം പ്രയോജനപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നാഥനായ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.